അത് നമ്മുടെ തേക്കടിയിൽ പോയി വന്നാലോ. വന്നപ്പോൾ തന്നെ എനിക്കൊരു നല്ല റൂം കിട്ടി. ഈ ഒരു റിസോർട്ട് ഭയങ്കര പീസ്ഫുള്ളാണ് കേട്ടോ. കാര്യം നല്ല കാടും അതേപോലെ ആളുകളും ഹോസ്പിറ്റാലിറ്റി ഒന്നും പറയേണ്ട, ഭയങ്കര രസമാണ്. എൻ്റെ റൂമിലോട്ടൊന്ന് പോയാലോ. ഞാൻ ജസ്റ്റ് റൂം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വ്യൂ ഇപ്പം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ റൂമിൻ്റെ വേറൊരു പ്രത്യേക അവസ്ഥയായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ കയറുമ്പോൾ ഇങ്ങനൊരു റെസ്റ്റോറൻറ്റ് അവർ കൊടുത്തിട്ടുണ്ട് റൂമിൻ്റെ ഫ്രണ്ടിലായിട്ടാണ്. ഈ ഒരു റിസോർട്ട് പിന്നെ ഒരു റൂം ടൂർ നിങ്ങളെ കാണിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. നമ്മൾ ഓരോ ഹോട്ടൽസിലും പോകുമ്പോൾ പല പല വെറൈറ്റീസ് ഓഫ് റൂം ആയിരിക്കും. ഇവിടുത്തെ റൂമിൻ്റെ പ്രത്യേകത നിങ്ങൾ കണ്ടോ? കാട്ടിന് നടുവിൽ ഒരു ഭയങ്കര ക്വയറ്റാണ്, സൗണ്ട് ഒന്നുമില്ല, ഭയങ്കര കാമാണ്. ഇവിടുത്തെ ഷവർ, അതുപോലെ തന്നെ ഒരു ഏരിയ ഉണ്ട് ഇവിടെ ഡ്രസ് ചേഞ്ചിങ് റൂം പോലെ യൂസ് ചെയ്യാം. ഞാൻ വന്നിട്ടേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് റെസ്റ്റോറൻറ്റിൽ പോയിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഓർത്തു. ഇപ്പം സമയം ഏതാണ്ട് 12 മണിയാണ്. പക്ഷേ ഈ സമയത്ത് കിട്ടുമോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. സ്റ്റിൽ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. നിങ്ങൾ കണ്ടില്ലേ, മുഴുവൻ കാടാണ്. വീഡിയോയിൽ അതിൻ്റെ ഒരു 1% മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. കാരണം ബാക്കി ഫുൾ എത്ര 18 ഏക്കറിൻ്റെ മേലെ ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ. ഒരു പൂൾ, ഞാൻ പൂളിൽ ഇറങ്ങിയിട്ടില്ല കേട്ടോ. നമുക്ക് ഓരോ ഷൂട്ട് വരുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് പോകണം. ഇപ്പം അങ്ങോട്ട് എന്തായാലും പോകേണ്ട ആവശ്യമില്ല. ഇത് റെസ്റ്റോറൻറ്റിൽ വന്നപ്പോൾ ആരുമില്ല. കാരണം ഈ ഒരു സമയം എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ടൈലൊക്കെ ഒരു സ്കൈ ബ്ലൂ ആണ്, ഇത് സ്കൈ അല്ല, ഇതൊരു ഡാർക്ക് ഗ്രീനിഷ് ഷെയ്ഡാണ്. ഇവിടെ എനിക്കൊന്ന് ഞാൻ പോയതിൽ ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലം. കാരണം നിങ്ങൾ നോക്കിയേ, എവിടെ നോക്കിയാലും ഫുൾ ഗ്രീൻ, ക്രൗഡഡ് ആണ്. എങ്ങനെ ഇതിനോട് നമ്മൾ നോ പറയും ഗൈസ്? നിങ്ങൾ പറ. എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ എവിടെയും പോകാം, പക്ഷേ നിങ്ങൾ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹണിമൂൺ ട്രിപ്പൊക്കെ ആണെങ്കിൽ ഏറ്റവും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഇത്. റെസ്റ്റോറൻ്റാണിത്. റെസ്റ്റോറൻറ്റ് നോക്കിക്കേ, ഫുൾ ഗ്രീൻ. നമ്മുടെ കാടമം സാന്താരി പ്രോപ്പർട്ടി ഇവിടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ കണ്ട ഏറ്റവും അമേസിങ് എന്ന് പറയാം. ഇവിടുത്തെ വ്യൂ ആയിക്കോട്ടെ, ഇവിടുത്തെ ആൾക്കാരായിക്കോട്ടെ, എനിക്കൊരു ചന്ദനമൊക്കെ തൊട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഷൂട്ട് എന്നെ വിളിച്ചതിന് എൻ്റെ ഹുബൈസിക്ക, നമ്മുടെ സ്വന്തം മാക്സോ ക്രിയേറ്റീവ് കൊച്ചിയിലെ നമ്പർ 1 ഏജൻസിയാണ്. അപ്പോൾ ഹുബൈസിക്കൊക്കെ ഒരുപാട് നന്ദി. അതേപോലെ തന്നെ ഇപ്പം വരാൻ പറഞ്ഞിട്ട് ഇതുവരെ എത്താത്ത അരുൺ ചേട്ടനും ഒരുപാട് താങ്ക്സ്. Thank you so much guys. Breakfast ready. എനിക്ക് 2 വാക്ക് സംസാരിച്ചേ പറ്റുള്ളൂ. കാരണം ഞാൻ ഈ ഒരു സാന്താരി കാടമം റിസോർട്ടിൽ വന്നപ്പോഴത്തേക്ക് നമ്മളെ വെൽക്കം ചെയ്യുന്ന ആ ഒരു രീതി തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു എന്താ എല്ലാ വർക്കേഴ്സും ഒന്നിനൊന്നും വെച്ച് നമുക്ക് ഒരാള് അത് കൊള്ളില്ല, ഇത് മോശമായിപ്പോയി അങ്ങനെ പറയില്ല, സാധനമില്ല. കാരണം എല്ലാം ഒന്നിനൊന്നും വെച്ച്. ഞാൻ വിചാരിച്ചു ഇവരൊക്കെ ഒരു അച്ചിലിട്ട് വാർത്തെടുത്താണ്. കാരണം സാന്താരിയുടെ സ്വന്തമാണ് ഇവിടെ വർക്കേഴ്സ് ആണെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി ആണെങ്കിലും. അപ്പോൾ ഗേളോ ബോയിന്ന് ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യും. ഇവരുടെ ഹോസ്പിറ്റാലിറ്റി ഭയങ്കര ഇഷ്ടമായി. 11 out of 10 ഞാൻ കൊടുക്കും. കാരണം കൊടുത്തില്ലെങ്കിൽ ഞാനൊരു ഇഷ്ടമായിപ്പോൾ. കാരണം അത്ര ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് 12 o'clock നിങ്ങൾ ഓർക്കണം, നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി ഇങ്ങനെ കിട്ടുമെന്ന്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ആംബിയൻസ്, ഇവിടുത്തെ നാച്ചുറൽ ബ്യൂട്ടി. ഒന്നും പറയണ്ട. പിന്നെ റൂം, വാക്കുകളില്ല ഗൈസ്. എന്താ പറയാ, നമ്മള് ശരിക്കും ഇതാണ് സ്വർഗം. നിങ്ങൾ ഇങ്ങോട്ട് വരും, ഇവിടെ എൻജോയ് ചെയ്യും, ഇത്രയേ ഉള്ളൂ. ലഞ്ച് കഴിക്കാൻ നേരമായപ്പോഴത്തേക്ക് എല്ലാവരും വന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും വരുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐസ്ക്രീം, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്പാ ഉണ്ട്, ഇവരുടെ ഒരു കർക്കിടക ചികിത്സയുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു സ്പെഷ്യൽ ഒരു ഏരിയ ഇവർ ഇതിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ പോയപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ഷൂട്ടുണ്ടായി. അതുമാത്രമല്ല ഇവിടുത്തെ ഒരു സ്മെല്ല്, ആ ഒരു എണ്ണയുടെയൊക്കെ ഭയങ്കര ഡിഫറെൻ്റാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു സീൻ നമ്പർ എഴുതുന്നുണ്ടായി.
പിന്നെ ഒരു പോർഷനിൽ അവർ ഡെക്കറേഷൻ കുറച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചു. എന്താ ഉള്ളിവട, ഒരു കോഫിയാണ് ഞാൻ കുടിച്ചു കേട്ടോ. ഭയങ്കര ഓയിലി ആയിരുന്നു, അതുകൊണ്ട് ഞാൻ അധികം ജ്യൂസ് പറഞ്ഞു. ജ്യൂസ് വന്നത്, അതിനുശേഷം ഒരു കോഫി കിട്ടി. എല്ലാവരും കൂടെ ഈ ഒരു സമയം, ഞങ്ങളുടെ ചായ കുടിക്കുന്ന സമയം ഒന്ന് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്താൽ പ്രോപ്പർ ആയിരിക്കില്ല. ചിലപ്പോൾ ചായ കുടിക്കുന്നത് രാത്രി ഒരു 8 മണിക്കൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ചായ കുടിക്കുന്നത് ചിലപ്പോൾ വൈകിട്ടൊക്കെ ഒരു 3-4 ഒക്കെ ആകുമ്പോഴായിരിക്കും. ഇത് നൈറ്റ് വ്യൂ ആണിത്. അത് കഴിഞ്ഞിട്ടൊരു ഫുഡ്, നല്ല വിഭവ സമൃദ്ധമായ ഫുഡായിരുന്നു. രാവിലെ ഞാൻ എഴുന്നേറ്റ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. കാരണം ഇവിടുത്തെ വെള്ളം ഒരു സ്പെഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കൊച്ചിയിൽ താമസിക്കുമ്പോൾ നമുക്ക് എപ്പോഴും പ്യുവർ വാട്ടർ കിട്ടണം എന്ന് ഒരു നിർബന്ധവും ഇല്ലാത്തതിനാലും പിന്നെന്താ, എനിക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് വെള്ളം കുടിക്കണം എന്ന ആഗ്രഹത്താൽ ഞാൻ അവിടെ വന്ന് വെള്ളം കുടിച്ചു. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഒരു ബ്ലാക്ക് ടീ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. Good morning to you. നിങ്ങൾ കണ്ടിട്ടുണ്ട്, പണ്ടത്തെ നമ്മുടെ പോപ്പി ചെടിയാണ്. തൊടുമ്പോഴത്തേക്ക് പൊട്ടിത്തെറിക്കുന്നത് തൈകളെ. ജസ്റ്റ് അയ്യോ, അതിൻ്റെ സീഡ് കയ്യിൽ കിട്ടി. ഇത് ഉണങ്ങിയിട്ടില്ല കേട്ടോ. അത് രണ്ടുപേരും എടുക്കണമെന്നില്ല, ഒരാൾ എടുത്തോ മതി. നമുക്ക് എടുത്തോ മതി. കായവട്ടുള്ളത് കായവട്ടണ എപ്പോഴാ? ഹലോ, വാഴ ജസ്റ്റ് വെട്ടണതാക്കി കാണിച്ചു. പിന്നെ മറ്റേ കൊലയായിട്ട് പോകണത് അത് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞോ വേണമെങ്കിൽ. ഇത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടിയ ബനാന വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ബനാന ചിപ്സ് ആണ്. അത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് എടുത്ത ബനാന കൊണ്ടാണ് ചിപ്സ് റെഡിയാക്കാൻ പോകുന്നത്. അത് നമ്മളിന്ന് പ്രിപ്പറേഷൻ ചെയ്യാൻ പോകുന്നത് ബനാന ചിപ്സ് ആണ്. അത് നമ്മുടെ ഫാമിൽ നിന്ന് കിട്ടുന്ന ബനാന വെച്ച്, നേന്ത്രക്കായ വെച്ചാണ് നമ്മൾ ബനാന ചിപ്സ് ഉണ്ടാക്കുന്നത്. ചെറുപ്പകാലം മുതലേ അമ്മ ചിപ്സ് ഉണ്ടാക്കുന്നത് ഞാൻ കാണുമ്പം എനിക്ക് മനസ്സിൽ കുളിർമ തോന്നും. എന്തെന്നാൽ ഒരു ചായ കുടിക്കുമ്പോൾ ആ കൂടെ ബനാന ചിപ്സ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കരമായ ഇഷ്ടമാണ്. ആ ബനാന ചിപ്സ് ഇന്ന് ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇവിടെ വരുന്ന ഗസ്റ്റുമായിട്ട് നമ്മളുടെ സദ്യ, ബനാന ചിപ്സ് കൂട്ടിയുള്ള സദ്യ കൊടുത്ത് അവരുമായിട്ട് ട്രാവൽ ഏജൻസും ഗസ്റ്റും ആയിട്ട് അതെങ്ങനെ നമുക്ക് ആ കൊണ്ടുവന്നതും അങ്ങനെയുള്ള ഷോർട്സ് ഒക്കെ എടുക്കും. ഇത് കഴിഞ്ഞ് നമുക്കൊരു ആനത്തോപ്പിലേക്ക് പോകണം. അതിനെന്താ പറയുക, ആനപ്പന്തി, അവിടത്തേക്ക് പോകണം. അത് കഴിഞ്ഞ് ഒരു കളരി, കരാട്ടെ, പിന്നെന്താ കഥകളി, അങ്ങനെ കുറച്ച് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കണ്ടുവരാം. ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ഏലത്തോട്ടം.
നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് എവിടെയാണെന്നറിയോ? ഓക്കെ റെഡിയാണ് റെഡിയാണ് ചെയ്തോട്ടെ. ഉഴിയാറി ഉഴിയാറി ഇത് ഫുൾ ഏലത്തിൻ്റെ തോട്ടമാണ്. നോക്കിയേ ഇങ്ങനെ ഏലക്ക നമ്മുടെ നാട്ടിൽ കുറവാണ്, പക്ഷെ ഇടുക്കിയിൽ ഇഷ്ടംപോലെ ഏലക്കയുടെ കൃഷിയുണ്ട്. നോക്കിയേ നോക്കിയേ ഇത് പൊട്ടിക്കുമ്പോഴത്തേക്ക് വൈറ്റ് കളറിൽ ഇപ്പം പൊട്ടിക്കുന്നില്ല കണ്ടേ. ഒരു തണ്ടിനകത്ത് തന്നെ ഇതാ നീളത്തിൽ ഇങ്ങനെ വരും. ഇതേ നോക്കിയേ ഇതിങ്ങനെ ഗ്രോ ചെയ്ത് നോക്കിയേ. അതായത് കറക്റ്റ് റൂട്ടിൽ നിന്ന് തൊട്ട് അടുത്തുള്ള മേലോട്ടൊന്നുമില്ല, മേലോട്ട് ഇങ്ങനെ ലീഫ് മാത്രമേ ഉള്ളൂ. തോന്നിയതിൻ്റെ സാധനം പിന്നെ വണ്ടി ഒരു പണിയാവും. ഇറങ്ങി നിന്നിട്ട് അവിടെ പോയി നിന്നിട്ട് എല്ലാവരും കണ്ട്
Swedish Karnataka. And there are former artists, Dance, Amal, Nias, and our grandmaster, Rishabh Karnataka. And this is our show and so here. This is our show and so here. And those people used to watch. ഇവരുടെ കളരി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഫോട്ടോ എടുക്കാൻ പോയി. അപ്പോൾ എനിക്ക് വീഡിയോ ആണ് എടുത്ത് കിട്ടിയത്. ഗൈസ്, ഞാനൊരു പോസൊക്കെ ചെയ്ത് നല്ല രസമായിരുന്നു. അപ്പോൾ എല്ലാവരും മലയാളികളാണ് കേട്ടോ. കഥകളി അല്ല എനിക്ക് നമുക്ക് ആവശ്യമില്ല വീഡിയോയിലേക്ക് ഓക്കെ ആ ശരിക്കും പറ്റും. റോളിംഗ് ആക്ഷൻ. അതിന്റെ റോളിംഗ് ആക്ഷൻ. ഓക്കെ. ഇതൊരു പൈനാപ്പിൾ ബ്രൗണിയാണ്. രാത്രി നൈറ്റ് ഫുഡ് ഇതും. മോർണിംഗ് വേറൊരു വെറൈറ്റി ഇന്ത്യയുടെ ദേശീയ പതാകയുടെ കളറൊക്കെ ഇട്ട് കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചു. അങ്ങനെ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇവിടെ തൊട്ട് സൈഡിലായിട്ട് ചെറിയൊരു വാട്ടർഫാൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നില്ലേ, ഇവിടെ ഒരു സ്പാ അതേപോലെ തന്നെ നമ്മുടെ കർക്കിടക ചികിത്സയൊക്കെ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടെന്ന്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മെനു എല്ലാം കൂടെ ഇവർ പ്രിപ്പയർ ചെയ്യുവാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം കേട്ടോ. കാണുമ്പോൾ നമുക്ക് വാവുമായിട്ട് തോന്നില്ലെങ്കിലും അത് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്യും. അപ്പം 1 by 1 ഓരോന്നും ഇവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലത് ആൽക്കഹോൾ ഉണ്ട്, പക്ഷേ ഇതിപ്പം മിക്സ് ചെയ്യുന്ന ആൽക്കഹോൾ അല്ല, മോക്ടെയിൽസ് ആണ്. റെഡിയായോ? ആ പൊസിഷൻ ഒന്നും നടത്തി കൈ വെച്ചാൽ മതി. ഇവിടെ തന്നെ വെക്കണേ. മാറില്ല, കുറച്ചും കൂടി കയറ്റി പോകും. ആക്ഷൻ. ചേട്ടാ കൈ. ആ ഓക്കെ. റെഡി. 1 2 3 ഗോ. മതി. ഇവിടെ ജസ്റ്റ് എൻ്റെ കൈ മാത്രമേ അവർ ഷൂട്ട് ചെയ്യുന്നില്ല, പക്ഷേ എൻ്റെ കൈക്ക് ഇത്രയും വിലയുണ്ട് എന്ന സത്യം ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത് ഗൈസ്. എൻ്റെ ഫേസ് എക്സ്പ്രഷനോ എൻ്റെ ഒന്നും ഇവിടെ ഇല്ല. ആകെയുള്ളത് കൈയുടെ കുറച്ച് നെയിൽസ് മാത്രമാണ്. അപ്പം ഈ ഒരു പാർട്ടിൽ ജസ്റ്റ് നമ്മുടെ ഈ ഒരു മോക്ടെയിൽസ് കാണിക്കുക എന്നുള്ളതാണ്. പിന്നെ സദ്യയായിരുന്നു ഉച്ചയ്ക്ക്. ഈ കാണുന്ന എല്ലാം ഞാനാണ് കഴിച്ചത്. അപ്പോൾ എനിക്കൊന്ന് ഇതെൻ്റെ ഈ മാസത്തെ എത്രാമത്തെ സദ്യയാണ് നിങ്ങൾ തന്നെ ഗൈസ് ഊഹിച്ച് പറഞ്ഞോളൂ. അപ്പോൾ ഇത് സാരിയൊക്കെ ഇട്ടുകൊണ്ട് വേണം വന്നിരുന്ന് കഴിക്കാൻ എന്നവർ പറഞ്ഞു. ഞാൻ വേഗം സാരിയൊക്കെ ഉടുത്ത് നല്ല സുന്ദരി കിട്ടിയ. എങ്ങനെയുണ്ട് സാരി? ബ്ലൗസ് നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസാണ് കേട്ടോ. ബ്ലൗസിൻ്റെ കാര്യം എനിക്കൊട്ടും ഇഷ്ടമായില്ല. അപ്പോൾ ഊണ് റെഡി, കാലമായി. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സാരിയും കൂടെ ഒന്ന് കാണിക്കാൻ ഓർത്തു. ഇതേ കണ്ടില്ലേ, നല്ലൊരു കോട്ടൺ സാരിയാണ്. എനിക്ക് എന്നെ ഒരു ടീച്ചറെ പോലെയൊക്കെ തോന്നി. എൻ്റെ ലൈഫിൽ എനിക്ക് ടീച്ചറാകാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ കുറേ ഷൂട്ടുകൾ കൊണ്ട് ഞാൻ ടീച്ചറാകുന്നു, ഡോക്ടറാകുന്നു, എൻജിനീയർ ആകുന്നു, അങ്ങനെ എല്ലാം ആവുന്നുണ്ട്. പിന്നെ സാരിയുടെ പ്രൈസ് എനിക്കറിയാൻ പാടില്ല കേട്ടോ, കാരണം ഇവർ തന്ന സാരിയാണ്. ബ്ലൗസ് പിന്നെ നമ്മൾ വാങ്ങിച്ചാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സാരിയുടെ കൂടെ ഏറ്റവും ബെറ്ററാണ് നമ്മൾ നമ്മുടെ മെഷർമെൻറ്റ് കൊടുത്ത് തയ്പ്പിക്കുന്ന ബ്ലൗസസ്. അപ്പോൾ അതേ ചേച്ചിമാരൊക്കെ സാരിയൊക്കെ എടുത്ത് അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഊണ് കഴിക്കാനിരിക്കുവാണ്. അപ്പം ഞാനും സൈഡിലൊന്ന് വെറുതെ ഇരുന്നു ഒരു കമ്പനിക്ക്. അപ്പോൾ ഇന്നത്തെ സദ്യ അങ്ങനെ കഴിഞ്ഞു, ഉച്ചയൂണ് അങ്ങനെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഷൂട്ട്സ് ബാക്കിയുണ്ട് കേട്ടോ, അതും കംപ്ലീറ്റ് ചെയ്യണം. പിന്നെന്താ,
എല്ലാവരും ഡ്രോൺ ഷൂട്ട് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ക്യാമറമാൻ അസിസ്റ്റൻറ്റ്, പിന്നെ നമ്മുടെ അരുൺ ചേട്ടൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഫോണൊക്കെ ചെയ്ത് ഫുഡ് കഴിക്കുവാണ്. ഞാൻ ഇതൊക്കെ കഴിച്ചു. ഇത് നൈറ്റ് ഫുഡാണ് കേട്ടോ. മോർണിംഗ്, നൈറ്റ്, ഈവനിങ് എല്ലാം കാണിക്കുന്നുണ്ട്.